കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാത്രികാല യാത്രാ നിരോധനത്തിനെതിരെയുള്ള സമരം വയനാട്ടിൽ ഉയർന്നു വരുന്നത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെയെല്ലാം യുവജന സംഘടനകൾ സമരം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നിരോധനം നീക്കുന്നതുവരെ സമരം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെ നീക്കം. ഈ വിഷയം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഭരണകേന്ദ്രമായ ഡൽഹിയിലേക്ക് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭം വരുന്ന നാടുകളിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ഡിവൈഎഫ്ഐ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉയർന്നു വരേണ്ടി വരും. പ്രക്ഷോഭത്തിന് രൂപം മാറ്റേണ്ടി വരും. ഇത് ഒരു മാനുഷിക പ്രശ്നമാണ്, ഒരു സമൂഹം നേരിടുന്ന പ്രശ്നമാണ്, ഒരു സമൂഹത്തെ പിറകോട്ട് കൊണ്ടെത്തിക്കുന്ന പ്രശ്നമാണ്. പാരിസ്ഥിതിക പ്രശ്നം പറഞ്ഞ്, വന്യജീവി സ്നേഹം പറഞ്ഞ് മനുഷ്യന്റെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന നിലപാടിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ അത് തുറന്നു കാട്ടപ്പെടണം. 2009 ജൂലൈ 27 അന്തർ സംസ്ഥാന പാതയായ NH 766 രാത്രികാല ഗതാഗതം കർണാടക സർക്കാർ നിരോധിച്ചത്. വയനാടിന്റെ കാർഷിക വ്യവസായ മേഖലയ്ക്ക് വൻ തിരിച്ചടി ഉണ്ടാക്കിയ ഈ തീരുമാനം സുപ്രീം കോടതി വരെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സമരം ശക്തമാകുന്നത്. റിപ്പോർട്ടർ, വയനാട്.